വെച്ച് തല്ലി ബോധം കേട്ട് കിടക്കുക ആ പാടത്ത്. കേറ്. ചേച്ചി 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 മോളി ചേച്ചി 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 സൂഫി സൂഫി മോളി കുട്ടപ്പ. വേണ്ട വിട് വിട്, അവനെ അടിക്കാതെ. അവനാ ഞങ്ങളെ രക്ഷിച്ചത്. മോളെ, എന്റെ പിള്ളേരെന്തേ? അവരെ കാണാനില്ല. അയ്യോ എന്റെ കർത്താവേ. അറിയാൻ നീ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കും. എവിടാ മോളിയും സൂസിയും? എവിടാ മോളിയും സൂസിയും? എന്റെ പൊന്നു കുഞ്ഞച്ച, ആ കുരുത്തക്കെട്ടവനടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ. ഏത് കുരുത്തം കെട്ടവൻ? എന്റെ പൊൻ ജിമ്മി ജിമ്മി, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. എന്നിട്ടിപ്പോ അവൻ എവിടെ? തോട്ടത്തിൽ. ഏത് തോട്ടത്തിൽ? അക്കരെ. നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ചോ? എന്റെ അമ്മോ, കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് താന്തമാർക്കിയത് തന്നെ പ്രയോജനം. നിങ്ങളെ ഈ വഴിക്ക് വയ്ക്കൂ. ആ ചോലയ്ക്കപ്പുറം വഴിയുണ്ട്, റോഡ്. അവിടെ നിന്ന് പാടത്തൂടെ വന്നാൽ മതി. അപ്പൊ കുഞ്ഞച്ചനോ? ഞാൻ അപ്പുറത്തെ കടവിൽ നിന്ന് വള്ളത്തിൽ വരാം. അല്ല, നമുക്ക് ഒന്നിച്ചു പോയാ പോരെ? ശരിയാവൂല. നമ്മൾ വരുന്നത് എങ്ങനെ അവന്മാര് മണത്തറിഞ്ഞാൽ അവർ ഒരു വഴിക്ക് രക്ഷപ്പെടാൻ പാടില്ല. എന്നാ വിട്ടോ. ശരി. ഡേയ്, ഒരെണ്ണം അകത്തെടുത്തോ. ഇപ്പൊ തരാം. പാടോ വാടോ. കുഞ്ഞ ഇനി താമസിക്കണ്ട കുഞ്ഞ്, പെട്ടെന്നാവട്ടെ. ചെറുപ്പക്കാരനായി എരിക്കില്ലാത്ത തിടുക്കം കിളവനായ തനിക്കോ? ഓ, ഇതിനങ്ങനെ പ്രായം വല്ലതും ഉണ്ട് എന്റെ പൊന്നു കുഞ്ഞ്? കുഞ്ഞ് അതല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങളെ വീട്ടിലാക്കിയില്ലെങ്കിലേ എങ്ങനെയാ? നേരം വെളുക്കുന്നതിന് മുമ്പ് കൊണ്ടാക്കിയില്ലെങ്കിൽ എന്തുണ്ടാവാനോടൂ? ആരുണ്ട് ഇവരെ സഹായിക്കാൻ? അല്ല, ഏലാമക്കിട്ട് അടി കൊടുക്കുന്നത് ആ കുരുത്തം കെട്ട ചെറുക്കൻ കണ്ടല്ലേ? ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കെട്ടിക്കാറായ പെമ്പിള്ളേര്, അതും ദൈവഭയത്തിലും പള്ളിയിലും ഒക്കെ കൂടി വളർന്ന ഈ പെമ്പിള്ളേര് പുറത്ത് പറയൂ താനൊരു മണ്ടൻ? അതെ 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 അതെ.
മോളിക്കുട്ടി, കുഞ്ഞച്ചാ, കാര്യമൊക്കെ പറഞ്ഞേക്കാം. താനാ രക്ഷിച്ചത്, ഞങ്ങളെയും കൂടെ രക്ഷിച്ചത് താനാ. പക്ഷെ ഈ തൊട്ടുകളി ഉണ്ടല്ലോ, അത് ചട്ടമ്പിത്തരോ. ഞങ്ങളുടെ മരുമക്കളെയും ഞങ്ങളെയും രക്ഷിച്ചതിന് ഞങ്ങൾ സത്യമുള്ള ചട്ടമ്പിമാരാണെങ്കിൽ കോരച്ചേട്ടനാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പ്രത്യുപകാരം ചെയ്യും. പ്രിൻസിപ്പളെ, ഉപ്പുണ്ടോ? അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പുതിയ വല്ല പ്രശ്നവും ഒന്നുമില്ലല്ലോ, നമ്മളെല്ലാം സോൾവ് ചെയ്തല്ലോ. ഈ ഒരു പരുവത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അടിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇനിയും നമ്മൾ തമ്മിൽ തല്ലി വേറൊരുത്തം മുതലെടുക്കാനാണ് വരുന്നത്. അല്ല, ഈ പ്രശ്നം എന്തുവാ? ഒരാലോചനയും കൊണ്ട് വന്നതാ. കല്യാണാലോചന. ഞങ്ങൾക്ക് ആയുള്ളൊരു പുന്നാര പെങ്ങടെ പുന്നാര മോളാ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. പെണ്ണിപ്പ പറയുന്നത് അവക്ക് ഇഷ്ടമാണെന്നാ. കുഞ്ഞറ്റൻ ചേട്ടന് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഈ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ വെച്ചാവാം. കാര്യം നമ്മളൊക്കെ ചട്ടമ്പികളാണെങ്കിലും നമ്മുടെ പെങ്ങന്മാരെയും മക്കളെയും ചട്ടമ്പികളെ കൊണ്ട് കെട്ടിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിന്റെ കാര്യം എന്നാ? എന്നതാ കാര്യം? അങ്ങനെ ചോദിക്കൂ കുഞ്ഞച്ചാ. കോരച്ചായം പോയില്ലേ? പ്രായം കൊണ്ടൊക്കെ ഇല്ലെങ്കിലും ഏതാണ്ട് കയ്യിലിരിപ്പ് കൊണ്ടും പ്രവൃത്തി ഗുണം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കുഞ്ഞച്ചൻ കോരച്ചായനെ കട്ട നിൽക്കും. അപ്പൊ പിന്നെ കുഞ്ഞച്ചനും കൂടി ഇങ്ങോട്ട് ചേർന്നാൽ പഴയ പോലെ 5 പേരുടെ ഒരു കോറം. അത് കൊള്ളാം. അത് ഞാൻ സമ്മതിക്കില്ല.